ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലെല്ലാം കണ്ടിട്ടുണ്ടാവും ചാനൽ മോണിറ്റൈസ് ആയോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലോണം ബോധ്യമാകും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ കാണാൻ മുമ്പ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പകുതി വെച്ച് കണ്ടെങ്കിൽ ഏതാണെന്ന് ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയോ അല്ലെങ്കിൽ ചാനൽ എൻ്റെ 9 മന്തായിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ജേർണി അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നല്ലതായിരുന്നോ അത് മോണിറ്റൈസ് ആയോ റവന്യൂ കിട്ടിയോ എന്താ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങുന്നത് നമുക്ക് കുറച്ച് റവന്യൂ കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അത് എത്രത്തോളം ടഫായി ഈ ചാനൽ ചെയ്യാൻ ഈസിയാണ്. പക്ഷെ അത് നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരും. അത് ചിലവരുടെ ഭാഗ്യം അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അതായത് 1 വർഷം 2 വർഷം ചിലവർ 3-4 വർഷമായിട്ടും മോണിറ്റൈസ് ആവാത്തവരും ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടില്ല. അതായത് എൻ്റെ വീഡിയോ അല്ല വേറെ ആൾക്കാരുടെ വീഡിയോ. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ. ഇപ്പോൾ 9 മാസമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. കാരണം ഞാൻ ഒരു ദിവസം 10 വീഡിയോസ് വരെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു കാര്യമില്ല. നമ്മൾ ദിവസം ഒരു 2 വീഡിയോസോ 3 വീഡിയോസോ മാത്രം ഇട്ടാൽ മതി. അത് നല്ല വീഡിയോസ് ആവണം, നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അതേപോലെ തമ്മിലും നല്ലതായിട്ടുണ്ടെങ്കിൽ മാത്രമേ റീച്ച് ആവുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടാൽ 2-3 വീഡിയോസ് ഇട്ടാൽ ഉറപ്പായിട്ട് വേഗം കയറുമായിരിക്കും. പക്ഷെ അതിനുള്ള സാഹചര്യം എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമെല്ലാം കുറേ വീഡിയോ 10 വീഡിയോ 9 വീഡിയോ 12 വീഡിയോ എല്ലാം ഞാൻ ഇട്ട ദിവസങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഓർക്കുമ്പോൾ ഇല്ല കുറേ വിഷമമാവും. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു ചാനൽ മോണിറ്റൈസ് ആവുന്നില്ല, അതായത് റീച്ച് ആവുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു. ഈ യൂട്യൂബേഴ്സിനോട് യൂട്യൂബിലല്ലാണ്ട് ഇങ്ങനെ അവരുടെ ഇതുണ്ടാവില്ല, ഇൻസ്റ്റാഗ്രാം ID അതിൽ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരോട്. പക്ഷെ ആരും റെസ്പോൺസ് ചെയ്യില്ല. ചാനൽ ഉണ്ടെന്ന് പറയുമ്പോഴേ പിന്നെ ഒന്നും മിണ്ടില്ല. അതുകൊണ്ട് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നപ്പോൾ അവരുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ ചാനലാണ്, പക്ഷേ എങ്കിലും സത്യം പറഞ്ഞാൽ അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വഴിക്ക് മെസ്സേജ് ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് ആക്കിയതാണ്. അപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു തന്നു 2 വീഡിയോസോ 3 വീഡിയോസ് മാത്രം ഇട്ടാൽ മതി. പിന്നെ കുക്കിംഗ് വീഡിയോ ആയെങ്കിലും അത് മാത്രം ഫോക്കസ് ചെയ്ത് ഇടുക. അല്ലാണ്ട് 10-20 വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നിൻ്റെ ഇപ്പോൾ ചാനൽ അങ്ങനെ റീച്ച് ആവും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ 9 മാസത്തോളം ഞാൻ 10-20 വീഡിയോ ദിവസം ഇട്ടുണ്ട്. അല്ലെങ്കിൽ ദിവസവും ഒരു 5-6 വീഡിയോ ദിവസം ഇടുന്നുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യമില്ലെന്ന് പറയുമ്പോൾ ഇല്ല, സത്യം പറഞ്ഞ് വിഷമമായിപ്പോയി. ഞാൻ ഓരോ ദിവസം വിചാരിക്കും ഇപ്പോൾ മോണിറ്റൈസ് ആവും, ഇപ്പോൾ റീച്ചാവും, ഇന്നലെ നാളെ റീച്ചാവും എന്ന് വിചാരിച്ച് അങ്ങനെ ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 9 മാസമായി. ഇപ്പോൾ 1K മേളിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ് വീഡിയോസ് ആവട്ടെ ഒരു 50 വീഡിയോസോളം ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബ് തന്നെ ചതിയ ചെയ്യുന്നതെന്ന് ഞാൻ പറയുക. ഇല്ലേ പിന്നെ എന്തെന്നാ ഇത് വ്യൂസ് ചില ദിവസം കിട്ടും, പിന്നെ ഉണ്ടാവില്ല. ഇത് ആൾക്കാരുടെ മുമ്പിൽ എത്തിച്ചാലല്ലേ നമ്മുടെ ചാനൽ റീച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ചാനലിൽ അത്ര ഫോക്കസ് ചെയ്യാണ്ട് യൂട്യൂബേഴ്സ് വലിയ ചാനൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതാണ് പ്രശ്നം. അപ്പോൾ
യൂട്യൂബറായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നോക്കി കണ്ട് ചെയ്യണം. ഇനി അങ്ങോട്ട് നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ദിവസം ഉച്ച ഊണ് എന്താ, അല്ലെങ്കിൽ ഈറ്റിംഗ് വീഡിയോ അല്ല സോറി, ഇന്ന് എന്തൊക്കെ കഴിച്ചു, വാട്ട് ഈറ്റിനിടെ എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അതേപോലെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി വീഡിയോസ് മൊത്തം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. അതേപോലെ ഷോർട്സ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ട് ഇട്ടതാണ്. അതെല്ലാം നോക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.